പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അഹമ്മദാബാദിലാണ്. അദ്ദേഹം ജർമ്മൻ ചാൻസലറെ അവിടെ സ്വീകരിക്കുകയാണ്. അതിന് തൊട്ട് തലേ ദിവസം അദ്ദേഹം സോമനാഥ ക്ഷേത്രത്തിൽ അവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയകൾ സമാരംഭിക്കുകയും അതോടൊപ്പം ഈ സോമനാഥ ക്ഷേത്രത്തെ നിലനിർത്തിയതിൽ ഇന്ത്യക്കാർക്കുള്ള റെസീലിയൻസിനെ പരാമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് വളരെ മതപരമായ വർഗീയമായ ഒരു പരാമർശമാണെന്ന് പറയുകയും വാസ്തവത്തിൽ ഗസ്നി സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചിട്ടില്ലെന്നും ആക്രമണത്തിൻ്റെ ഭാഗമായിരുന്നു അതെന്നും കോൺഗ്രസ്സിലെ തന്നെ ഉദിത് രാജ് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർഗീയമായിട്ടോ ഉള്ള ഒരു വിവാദത്തിന് ഈ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയേത് തെറ്റേത് ചരിത്രമെന്ത്, ആ ചരിത്ര ബോധ്യം എന്താണ് ഈ കാര്യത്തിലുള്ള? അതിപ്പോൾ നമ്മളിപ്പം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ സംസ്കാരം എന്നുള്ളത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു റിഡിൽ അതല്ലെങ്കിൽ ഒരു കീറാമുട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്കാരത്തെയും ഹിന്ദുമതത്തെയും തിരിച്ചറിയുക എന്നുള്ളതാണ്. മതം എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ വീക്ഷണത്തിലൂടെ നമ്മൾ ഒരു പാശ്ചാത്യ പ്രമാണത്തിൽ മതത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദു മതത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല. മറിച്ച് സംസ്കാരത്തിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അറിയാനും കഴിയും. മാത്രമല്ല 17-ാം നൂറ്റാണ്ടിൽ ചാൾസ് ഗ്രാൻഡാണ് ആദ്യം ഈ ഹിന്ദുമതം എന്നുള്ള ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവരെ നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വേദോപനിഷത്തുമാണ്. അത് ഉപനിഷത്തിന്റെ സാരം എന്താണെന്നുള്ളത് നമ്മളിപ്പം ശബരിമല ഉപനിഷത്താരത്തിന്റെ പ്രതീകമാണ്. വിരൽ ചൂണ്ടുന്ന സംഘടന തത്വമസി. അപ്പൊ ഇത് നമ്മുടെ സംസ്കാരമാണ്. അപ്പൊ ഈ സംസ്കാരത്തിന്റെ ഈ പറഞ്ഞതുപോലെ സംസ്കാരത്തെ എങ്ങനെ ആ സംസ്കാരത്തിന്റെ ഏറ്റവും അതിന്റെ സത്തയെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ദൈനംദിന ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും ഒന്നിച്ചുള്ള ജീവിതത്തിലേക്കും, അതായത് ലോകത്തിൽ മനുഷ്യൻ നേരിടുന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ലിവിങ് ടുഗദറാണ്. അത് രണ്ട് വ്യക്തികളാണെങ്കിലും രണ്ട് സമൂഹമാണെങ്കിലും രണ്ട് ലോകങ്ങളാണെങ്കിലും ആദ്യ അവസാനം നേരിടുന്ന പ്രശ്നം ലിവിങ് ടുഗദറാണ്. അതിനുവേണ്ടി എങ്ങനെ സുഖകരമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും, അതിനാണ് ഈ ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ഒരുപാട് സാമ്പത്തിക സാമൂഹികമായ പണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഖജനാവുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പൊ പ്രധാനമന്ത്രി ഇന്നിലൂടെ പോയിരിക്കുന്ന എന്ന് വെച്ചാൽ 1026 മുഹമ്മദ് ഗസ്നി നടത്തിയ സോമനാഥ ക്ഷേത്ര ആക്രമണത്തിന്റെ 1000 വർഷം അല്ലെ 1000 വർഷം പൂർത്തിയാക്കുകയും സ്വാതന്ത്ര്യത്തിന് ശേഷം സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പെടുന്നു. അത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു. അതായത് നെഹ്റുവും പട്ടേലും രാജേന്ദ്ര പ്രസാദും ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ഇതായിരുന്നു. അതിലൊടുവിൽ രാജേന്ദ്ര പ്രസാദ് നേരിട്ട് പോയി അത് ഉദ്ഘാടനം ചെയ്യാനുണ്ടായത്. അത് സർക്കാർ അതിന്റെ ധനസഹായം നൽകുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ അവിടെയൊക്കെയാണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പൊ നെഹ്റു അദ്ദേഹത്തിനെ കുറിച്ച് സ്വന്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആഗ്നോസ്റ്റിക് ആയിരുന്നാണ് പറയുന്നത്. അതായത് സംശയം അത് വളരെ അപകടമാണ്. ഇപ്പൊ ഗാന്ധിജിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ക്ലാരിറ്റി ആയിരുന്നു, വ്യക്തതയായിരുന്നു. ആ വ്യക്തതയിലാണ് അദ്ദേഹം രാമനെ കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ രാമൻ നമ്മൾ സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന രാമനല്ല. അദ്ദേഹത്തിന്റെ രാമൻ ഒരിക്കലും ഒരു മനുഷ്യരൂപത്തിൽ ജനിക്കുന്നതും മരിക്കുന്നതും ഇല്ലാത്ത ഒരു രാമനാണ് ഗാന്ധിജി കണ്ട രാമൻ. മനസ്സിലായല്ലോ? അപ്പൊ ആ രാമനെ നമുക്ക് കാണണം, അവിടെ ക്ലാരിറ്റി വരണം. ആ ക്ലാരിറ്റിയിലേക്ക് നയിക്കുന്ന സംഗതികളാണ് ഉപനിഷത്തുകളൊക്കെ. അത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഗാന്ധിജിയെ നയിച്ചിരുന്നതും ഈശാവാസ്യ ഉപനിഷത്തായിരുന്നു. അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറിച്ച് നെഹ്റുവിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കൺഫ്യൂഷനായി. ആ കൺഫ്യൂഷൻ ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ, പാർട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഗാന്ധിജി എന്താണെന്ന് ഇന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. മറിച്ച് ഗാന്ധിജി എന്താണോ കോൺഗ്രസിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആ വേരിന്റെ ബലത്തിലാണ് ഇന്നും കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നു. അവിടെയാണ് ആ ഒരു സംശയത്തിന്റെയും ഈ ഒരു കൺഫ്യൂഷന്റെ അവസ്ഥയെ മുതലെടുത്തിട്ടാണ് സംസ്കാരത്തെ ഹിന്ദുമതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് BJP അതിനെ രാഷ്ട്രീയമായിട്ട് പ്രയോഗിച്ച് ഈ അയോധ്യയിലൂടെ 1ാം ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2ാം ഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു കേന്ദ്രത്തിലെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തെ ബന്ധപ്പെട്ടുള്ള സംസ്കാരത്തെ ഒരു മെയിൻ സ്ട്രീം ആക്കി നിലനിർത്തിക്കൊണ്ട് പോവുക. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒക്കേഷനുകൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നലെ അഹമ്മദാബാദിലെ സോമനാഥിൽ നടന്ന യാത്ര എന്ന് പറയുന്നത് സ്വാഭിമാൻ യാത്ര, അതോടൊപ്പം തന്നെ ശൗര്യ യാത്ര.
അപ്പൊ ഇതിലൂടെയൊക്കെ ആ ഒരു സംസ്കാരത്തെ, പക്ഷെ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തെയും രാഷ്ട്രീയത്തെയും രാഷ്ട്രീയമാണ് വരുന്നത്. അപ്പൊ ആ രാഷ്ട്രീയത്തിന്റെ ഒരു നല്ല ഒരു വിജയമാണ് BJP നേടിയിരിക്കുന്നത്. അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ സാംസ്കാരികമായിട്ട് ഈ മതത്തിനോട് ചേർത്ത് വെച്ചിട്ട് അവരെ നയിക്കുക എന്നുള്ള അവസ്ഥ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അത് നീങ്ങുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കണ്ടറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഈ പറഞ്ഞൊരു സാംസ്കാരികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇന്നലെ അവിടെ പറഞ്ഞിരിക്കുന്ന സംഗതി ചെറുത്തുനിൽപ്പിന്റെ സംഗതിയാണ്. അതായത് ആ ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ടാണ് സോമനാഥ് അവശേഷിക്കുകയും പിന്നീട് പുതുക്കിപ്പടയാൻ കഴിയുകയൊക്കെ ചെയ്തത്. ആ ചെറുത്തുനിൽപ്പിനെയാണ് വീണ്ടും നമ്മൾ വീണ്ടെടുക്കേണ്ടത്. അവിടെയാണ് സ്വാഭിമാനം ഉണ്ടാവുന്നത്, അവിടെയാണ് ശൗര്യം വരേണ്ടത്. അപ്പൊ ശൗര്യത്തിലേക്ക് വരണം. ശൗര്യത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു തീമിലേക്കാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മാഷെ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻകാരനായിട്ടുള്ള അന്നത്തെ അഫ്ഗാനിസ്ഥാൻകാരനായിട്ടുള്ള ഗസ്നി വന്നാണ് ഈ ആക്രമണം നടത്തിയത്. 17 വയസ്സ് കണ്ടേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന്. ആ കാലത്ത് ശൗര്യം ഉള്ള ആൾ തന്നെയായിരുന്നു. ആ അഫ്ഗാനിസ്ഥാന് നമ്മുടെ നില ഇടക്കാലത്ത് മോശമായെങ്കിലും ഇപ്പം നല്ല ഏറ്റവും ഊഷ്മളമായ ബന്ധങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളില്ല, പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിരം ഒരു അംബാസഡർ ഇപ്പോൾ ഡൽഹിയിൽ വരാൻ പോവുകയാണ്. അങ്ങനെ ജയശങ്കർ തന്നെ പറഞ്ഞു. അങ്ങനെ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പുനർവായനകൾ ഇപ്പോൾ ചരിത്രത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണോ അതോ? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ജ്യോതി ഘോഷ് സാർ പറഞ്ഞ പോലെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ചേരുവകളാണ് വിശ്വാസം, മിത്ത്, ചരിത്രം. ഇത് 3ഉം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ജനതയെ മൊബിലൈസ് ചെയ്യുക, അതാണ് കൾച്ചറലി എങ്ങനെ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ തെളിവ്. അത് തീർച്ചയായിട്ടും BJP അത് പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് BJPയുടെ അടിത്തറ അതാണ്, അത് അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയെ പുരാതന കാലത്ത് കൊള്ളയടിക്കാൻ വന്ന, അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ BJPയുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ഈ കൾച്ചറിനെ നശിപ്പിച്ച, ഇന്ത്യൻനെസ് എന്ന് വിളിക്കുന്ന ഈ കൾച്ചറിനെ നശിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം കൾച്ചർ ആയതുകൊണ്ട് ആദ്യത്തെ ഘടകം അതൊരു ഹിസ്റ്റോറിക്കലി കറക്റ്റാണ്. ദീർഘകാലം മുസ്ലിം പല പേരിൽ, സുൽത്താൻമാർ, മുഗളന്മാർ എന്നൊക്കെ പേരിൽ പല പേരിൽ വന്നിട്ട് മുസ്ലിം രാജവംശങ്ങളാണ് ദീർഘകാലം ഇന്ത്യ ഭരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ പീരീഡ് വന്നു, അതാണ് നമ്മൾ ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ശത്രുവായിട്ട് അവർ കാണുന്നത്, ഈ കൾച്ചറിനെ നശിപ്പിച്ച ഒന്നാമത്തെ ശത്രുവായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും മുസ്ലിം രാജാക്കന്മാരെയാണ്. അതിൽ സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു എന്നത് 17 തവണയോ മറ്റോ ഇന്ത്യയിൽ അദ്ദേഹം ആക്രമണം നടത്തിയിട്ടുണ്ട്, ഗസ്നി. അതിൽ സോമനാഥ ക്ഷേത്രം ആദ്യം ആക്രമിക്കുന്നത് ഞാൻ കണ്ടത് 15-16 കാലത്താണ്, 1015-ലാണ്. അങ്ങനെയാണെങ്കിൽ 110 കൊല്ലമായി. ഇപ്പം 1010 കൊല്ലമായി. ഇപ്പം അത് എന്തായാലും ഇപ്പോൾ അതിപ്പോൾ 1000 കൊല്ലം എന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ ഓർമ്മയാകാം. ഇനി അതല്ല, 1030 വരെ അദ്ദേഹം ഭരണാധികാരിയാണ്. അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് 1025-ലോ 26-ലോ ഒക്കെ വീണ്ടും ആക്രമിച്ചിരിക്കാം ക്ഷേത്രത്തെ കൊള്ളെ. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത്, ഇത് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുന്നു. രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കേണ്ടവരാണ് BJP കൾച്ചറലി. ഇനി ഇതിനെ ചെറുക്കാനുള്ള വഴി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വഴി അത് ഉപയോഗിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി. സാറ് പറഞ്ഞ പോലെ ആ വഴിയിൽ അവർ സഞ്ചരിച്ചില്ല. കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ എതിരാളികളായിരുന്ന സോഷ്യലിസ്റ്റുകളുടെ കയ്യിൽ വഴിയിൽ പ്രതിരോധത്തിന്റെ മാർഗം ഉണ്ടായിരുന്നു. ഞാൻ ചരിത്രം വായിച്ചപ്പോൾ കൗതുകത്തോടെ കണ്ടത്, ലോകത്തിലാകെ രാമായണ മഹാസംഗമങ്ങൾ സംഘടിപ്പിച്ച ആളുടെ പേര് റാം മനോഹർ ലോഹ്യ എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം, ഇങ്ങനെ ഒരു കാലം വരും, കൾച്ചറിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ആദ്യം തെളിയിച്ചയാൾ ലോഹിയാണ്. ഇന്തോനേഷ്യയിൽ ഉൾപ്പെടെ വ്യാപകമായി നമ്മൾ ഈ പറയുന്ന വാരാണസിയിൽ ഉൾപ്പെടെ വലിയ തോതിൽ രാമായണ മഹോത്സവങ്ങൾ. ഇന്നിപ്പോൾ അത് നടത്താൻ തീരുമാനിച്ച കോൺഗ്രസ് എന്ത് പറയും? മൃദു ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ പുനരുദ്ധാരണം, സംഘീവാദം എന്നൊക്കെ പറയും. സോഷ്യലിസ്റ്റുകൾ അത് പ്രയോഗിച്ചിട്ടുണ്ട്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് എന്തിനായിരുന്നു? അതിന്റെ വിപുലമായ കൊച്ചു കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറയുക. ചൈനീസ് ചേരി വേണോ, സോവിയറ്റ് ചേരി വേണോ, ഇന്ത്യൻ ബൂർഷ്വാസിയായ കോൺഗ്രസിനോട് എങ്ങനെ പെരുമാറണം അത് മൈന്യൂട്ടായ തർക്കങ്ങളായിരുന്നു. അടിസ്ഥാന തർക്കം കൾച്ചറായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ എന്തുകൊണ്ടാണ് 1920 ഒക്ടോബർ 17 താഷ്കെൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MN റോയിയെ പോലെ ഇതിഹാസ തുല്യനായ ഒരു മനുഷ്യൻ രൂപീകരിച്ചിട്ട് അത് അംഗീകരിക്കില്ല എന്ന് ഡാങ്കയും കൂട്ടരും പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ കൾച്ചറും ചേർന്നൊരു പാർട്ടി ഉണ്ടാവണം. ആ പാർട്ടിയുടെ ഐക്കണുകളായി തീരേണ്ടത് മാർക്സും ഏംഗൽസും മാവോയും ഒന്നും അല്ല.
സ്വാമി വിവേകാനന്ദനെ പോലുള്ള ഇന്ത്യൻ വിപ്ലവകാരികൾ മുന്നിൽ നിൽക്കണം. അതെ. ചിത്രം മാറുമായിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. തീർച്ചയായും. അതായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമെങ്കിൽ ഈ പിണറായി വിജയൻ ഇവിടെ കഷ്ടപ്പെട്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ട വല്ല കാര്യവും വരുമായിരുന്നു. അല്ലാതെ ഒ വി വിജയൻ വളരെ മനോഹരമായിട്ട് ഒരിക്കൽ പറഞ്ഞു, ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തീപ്പന്തത്തിന് പകരം ഒരു നെയ്ത്തിരി ദീപമായിരുന്നു. കറക്റ്റാണ്, നല്ല പ്രയോഗമാണ്, നല്ല പ്രയോഗമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, ഇവർ കളഞ്ഞു കുളിച്ചതാണ്. അപ്പൊ BJP ഈ മാർഗം സ്വീകരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി BJP അത് സ്വീകരിക്കുമ്പോൾ അതിനെ നേരിടേണ്ട മാർഗം എന്താണ്? നേരിടേണ്ട മാർഗം വളരെ സിമ്പിളാണ്. ഇന്ത്യയിലെ ഇന്നോളം ഇന്ത്യ ആക്രമിച്ച് കീഴടക്കാൻ വന്ന ഒരു ചക്രവർത്തി, അവന്റെ ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, അത് മഹാനായ അലക്സാണ്ടർ എന്ന് വിളിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി ആയാലും, അത് ഗസ്നി ആയാലും, ഗോറി ആയാലും, ടിപ്പു സുൽത്താൻ ആയാലും, ഇന്ത്യയിൽ ആക്രമണം നടത്തിയ സുൽത്താൻമാർ എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ടോ? അത് ഇല്ല എന്ന് പറയാൻ നിൽക്കരുത്, ഉണ്ടെന്ന് പറയണം. അത് കൊള്ളയടിച്ച ഒരുത്തന്റെയും കണക്ക് തീർക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസൽമാനും ബാധ്യതയില്ല എന്ന് പറയണം. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പറയേണ്ടത്? അതിന് പകരം ഈ മുസൽമാൻ പിണങ്ങുമോ, അവന്റെ വോട്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് ഗസ്നിയെയും ഗോറിയെയും ന്യായീകരിക്കാൻ നടക്കുന്ന ഈ കോൺഗ്രസ് ഔറംഗസീബിനെയൊക്കെ ന്യായീകരിക്കേണ്ട ബാധ്യത എന്താ? ഞാൻ ന്യായീകരിക്കുന്ന കൂട്ടത്തിലല്ല, ന്യായീകരിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന കൂട്ടത്തിലാണ്. അല്ല, അത് ചരിത്രത്തിന് അതായിട്ട് അംഗീകരിച്ചാൽ മതി. അത് അംഗീകരിച്ചാൽ കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവരുടെ കയ്യിലുള്ള വോട്ട് എങ്ങനെയാ പിന്നെ BJP കൊണ്ടുപോകും? സത്യമാണെന്ന് പറയണം. വൈകിപ്പോയെങ്കിലും മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തെ അപലപിക്കാൻ മുന്നോട്ട് വന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറയണം. അതല്ലേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്? അല്ലാതെ ആ പരിപാടി നടത്തിയതിനെ അപലപിക്കേണ്ട കാര്യം എന്താ? ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന എല്ലാവരെയും നമ്മളിപ്പോ ഇതേ വാക്കുകളവിടെ ശക്തമായിട്ട് BJP ഗവൺമെന്റ് മെക്കാളയെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, വിമർശിക്കുന്നുണ്ടല്ലോ. മെക്കാളയെ നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാക്കിയ ആക്രമണം തന്നെയാണ്. അവിടെയാണ് പക്ഷേ പറഞ്ഞ് ഈ ഗാന്ധിജിയെ കോൺഗ്രസ് മനസ്സിലാക്കിയാൽ മതി. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ചരിത്രത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. തീർച്ചയായിട്ടും. അത് പക്ഷേ നമ്മളെ മോഹൻ ഭഗവത്ജി പറഞ്ഞു, എല്ലാ പള്ളിച്ചുവട്ടിലും വെറുതെ മാന്താൻ നോക്കണ്ട. കാരണം അതിന് പോയാൽ നിങ്ങൾക്ക് അതിനെ നേരിടാവുള്ളൂ. ഇവിടെ മാഷെ ഉദിത് രാജ് പറഞ്ഞതിലൊരു കുഴപ്പമിരിപ്പുണ്ട്. ഉദിത് രാജ് പറഞ്ഞത് അദ്ദേഹം ക്ഷേത്രം കൊള്ളയടിച്ചില്ല, പിന്നെ ക്ഷേത്രത്തെ ആക്രമിച്ചെന്നില്ല, അപ്പൊ അത് വർഗീയമാക്കുകയല്ലേ ചെയ്യും? അല്ല, കുറെ കൂടി ശരിയായ പ്രയോഗം സാർ ആദ്യം പറഞ്ഞാണ്. മഹാരാജാക്കന്മാരൊക്കെ ക്ഷേത്രത്തെ കൊള്ളയടിച്ചത് അതിനകത്തുള്ള ദേവതകളോട് യാതൊരു വിരോധം ഉണ്ടായിട്ടല്ല, അതിനകത്ത് പണം ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ പറവൂർ വരെ വന്നല്ലോ. അതിനിടയിൽ ഈ പടയോട്ടക്കാലത്ത് പണമില്ല സാർ, ദാരിദ്ര്യമാണ്. അങ്ങനെ വരുമ്പോ വഴിയിലെ എവിടെയാണോ പണം ഉള്ളത്, അതുപോലെ ഗുരുവായൂർ അമ്പലത്തില് ചെന്നപ്പോ ഇദ്ദേഹത്തോട് വിശ്വാസം ഉണ്ടായിരുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പനാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ട്രസ്റ്റി മീൻസ് അതിന്റെ കാര്യക്കാരൻ ടിപ്പുവിന് വേണ്ടി. അപ്പോൾ സ്വന്തക്കാരനാണല്ലോ. ടിപ്പു അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവായൂർ അമ്പലത്തിൽ ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, നമ്മളെ പടയോട്ടത്തിന് കാശില്ല, നീ ആ കുറച്ച് പണം എടുത്തുകൊണ്ടാന്ന്. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ ഇന്ത്യക്കാരനാ, ഹൈദ്രോസ് കുട്ടി മൂപ്പൻ മലയാളിയാ. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ പറഞ്ഞു, അത് സുൽത്താനെ, അത് ദൈവത്തിന്റെ പണമാണ്, ഞാൻ വിചാരിച്ചാൽ പോലും എടുക്കാൻ പറ്റില്ല, തരൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യനെയാണ് പിന്നെ ടിപ്പുവിന്റെ പടയാളികൾ കൊന്നത്. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ, അദ്ദേഹത്തിന് നേർച്ചയുണ്ട് സാറേ, വല്ലപ്പോഴും മണത്തല എന്ന് പറയും ചാവക്കാടിനടുത്ത്. ഹൈദ്രോസ് കുട്ടി ടിപ്പുവിന്റെ പടയാളികൾ കൊന്ന വീരനാണ്. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ നിലവറയെ കുറിച്ച് ടിപ്പു പറഞ്ഞു എന്ന് കൊള്ളയടിച്ചു പോകും. ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കാത്തോണ്ടല്ലേ, പറവൂരിൽ അവസാനിച്ചോണ്ടല്ലേ, തെക്കോട്ട് പോയിരുന്നെങ്കിൽ. അപ്പൊ ഇവരൊക്കെ എവിടെയാണോ പണമുള്ളത് അവിടെയൊക്കെ സുൽത്താൻമാരൊക്കെ കൊള്ളയടിച്ചിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയേണ്ട ഒരു കാര്യവും ഒരു ബാധ്യതയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസൽമാനും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ പേരിൽ മുസൽമാന്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന കോൺഗ്രസിനാണ് ചിന്തിക്കേണ്ടത്. ചരിത്രത്തിന് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളോട് ജീവിച്ചു. സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചു, പലതവണ കൊള്ളയടിച്ചിട്ടോ നശിച്ചില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ബാബു രാജേന്ദ്ര പ്രസാദ് പോയി അതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി. അതിപ്പോഴും അന്തസ്സോടെ ഇന്ത്യയുടെ ഒരു പ്രതീകമായി നിൽക്കുന്നു, സന്തോഷം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ആ സോമനാഥ ക്ഷേത്രത്തിലേക്ക് കാണിക്ക ശേഖരിച്ചുകൊണ്ട് ഒരു ഫണ്ട് അയച്ചു കൊടുക്കുകയാണ്. അതല്ലേ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടത്? അങ്ങനെ മീൻസ് അതല്ലേ അജണ്ട അവസാനിപ്പിക്കേണ്ടത്? വളരെ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ജ്യോതിർ ഘോഷ് പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭണ്ഡാരങ്ങളായിരുന്നു, ഖജനാവുകളായിരുന്നു. ആ ഖജനാവുകൾ കണ്ടിട്ടാണ് ഈ ചക്രവർത്തിമാരെല്ലാം അങ്ങോട്ട് പടയോട്ടം നടത്തിയിട്ടുള്ളത്. അതിനൊരു വർഗീയതയുടെ മാനം കൊടുക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ അതിന് വർഗീയതയുടെ മാനം കൊടുക്കുന്നത്, BJP അല്ല. തീർച്ചയായിട്ടും സംസ്കാരങ്ങളുടെ ഭണ്ഡാരങ്ങളും കൂടിയായിരുന്നു അത്. അതും കൂടി അപ്പോൾ അതിനെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കേരളത്തിൽ മാത്രം ചുരുങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ചെങ്കോട്ടയിൽ ചെങ്കൊടി പറന്നേനെയും.
ഈ സംസ്കാരത്തെ ഇത് കാൾ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മാഷേ, ഇന്ത്യയുടെ സംസ്കാരം ഇങ്ങനെ അധിനിവേശക്കാരായി വന്നവരെ കൂടുതൽ സംസ്കാരചിത്തരാക്കി മാറ്റിയെന്ന് കാൾ മാർക്സ് തന്നെ എഴുതിയിട്ടുള്ള വാക്കാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊണ്ടില്ല, അതിൻ്റെ ഒരു പരാജയം അവർക്കുണ്ട്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് ഉദിത് രാജും ഒക്കെ ഇതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു മാത്രമല്ല ഇപ്പൊ ഈ ധനത്തെ സാംസ്കാരികമായിട്ട് വിനിയോഗിക്കേണ്ട സാധനമാണെന്നുള്ള ഒരു പ്രതീകവും കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ ഈ ഭണ്ഡാരങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ധനത്തെ എങ്ങനെ വിനിയോഗിക്കണം. അതെ അതെ തീർച്ചയായിട്ടും.